ഇത് ഏറെ തിരക്കുള്ള കല്ലാച്ചി നാദാപുരം സംസ്ഥാന പാത. റോഡിന്റെ ഇരുവശങ്ങളും വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. നാദാപുരം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് അനധികൃത പഴം, പച്ചക്കറി, മത്സ്യ വ്യാപാരം തകൃതിയായി നടക്കുന്നത്. റമദാൻ ആയതോടെ ഇത് വൻതോതിൽ കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഉപജീവന മാർഗത്തിനായി സ്വന്തമായിട്ടുള്ള കെട്ടിടത്തിലോ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിലോ പലതരത്തിലുള്ള കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാദാപുരം മണ്ഡലം പ്രസിഡന്റും നാദാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ അബ്ബാസ് കണേക്കൽ പ്രതികരിക്കുന്നു. അപ്പം നാദാപുരം മേഖലയിൽ ഞങ്ങൾ ഓരോ ഗ്രാമപഞ്ചായത്തുകളുമായിട്ടും വളരെ സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാറ്. ലൈസൻസ് എടുത്ത് ടാക്സ് കൊടുത്ത് GST രജിസ്ട്രേഷനൊക്കെ ഉള്ള നിയമപരമായിട്ടാണ് പരമാവധി കച്ചവടം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറ്. എന്നാൽ അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നാദാപുരം കല്ലാച്ചി മേഖലകളിലെ റോഡ് സൈഡുകളിലായിട്ട് ഇപ്പോൾ ഒരു സീസണാണ് നമുക്ക് കിട്ടുന്നത്. കച്ചവടത്തിന് കിട്ടുന്ന ഒരു സീസൺ റംസാൻ, വിഷു, ഓണം എന്നൊക്കെ പറഞ്ഞ് ഓരോ സീസണുകളാണ്. ആ സീസണിൽ വളരെ തകരാറുള്ള ഒരു തിരിവായിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇവർക്ക് എങ്ങനെയും വെക്കാം. വണ്ടിക്ക് ഇല്ലീഗൽ മെട്രോളജിന്റെ പേപ്പർ ത്രാസിന് ഉണ്ടാവൂല, ടാക്സ് അതിന് ഉണ്ടാവൂല, ഓട്ടുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടാവൂല, വണ്ടിക്ക് പേപ്പറോ കാര്യങ്ങളോ ഉണ്ടാവൂല. ഈ പറയുന്ന പ്ലാസ്റ്റിക്, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം അതിൽ വെക്കുക. പഞ്ചായത്തോ അല്ല മറ്റു സംവിധാനങ്ങളോ ഒന്നും അവരെ എതിർക്കുന്നില്ല. നമുക്ക് സാധാരണഗതിയിൽ നാദാപുരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ചെറുകിട കച്ചവടക്കാർ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അന്നന്ന് കച്ചവടം ചെയ്ത് അന്നന്നത്തെ പൈസ, ലാഭം എടുക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ആളുകൾ ഇത്രയും പ്രയാസപ്പെട്ട് ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ എന്താക്കിയിട്ടുണ്ട്, സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിവൃത്തിയില്ലാത്ത പക്ഷം ഞങ്ങൾ ഇവരെ തെരുവിൽ നേരിടേണ്ടി വരും. സ്ഥിരം വ്യാപാരികൾ ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ വഴിയോര കച്ചവടക്കാരുടെ സാധനങ്ങൾ പരിശോധിക്കപ്പെടുക പോലും ചെയ്യുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലാച്ചി യൂണിറ്റ് സെക്രട്ടറി ഷംസുദ്ദീൻ ഇല്ലത്ത് പറഞ്ഞു. പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരെ കാണുകയും പ്രസിഡന്റും സെക്രട്ടറിക്കും അടക്കം പരാതികൾ നേരിട്ട് കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി സംഘടനാ പ്രസിഡന്റ് MC ദിനേശൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പച്ചക്കറി, മത്സ്യ, പഴം വ്യാപാരികളാണ്. പച്ചക്കറികളും മീനുമൊക്കെ വിറ്റഴിക്കാതെ ഇരുന്നു പോയാൽ കുഴിച്ചു മൂടുകയെ നിവൃത്തിയുള്ളൂവെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ ആധിക്യം വാഹനാപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായും ഫുട്പാത്തുകൾ കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതായും പരാതികളുണ്ട്.